അരുൺ രാജിലേക്ക് പോവുകയാണ്. 18ാം പടിയിൽ നിന്ന് അരുൺ രാജ് ചേരുകയാണ്. അരുൺ, ഏതായാലും അവിടെ ശുദ്ധിക്രിയകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ശ്രീലകവും ചുറ്റുമുള്ള പ്രദേശവുമൊക്കെ ശ്രീകോവിലിനടുത്തുള്ള അവിടുത്തെ സന്നിധാനമാകെ ഫയർഫോഴ്സ് ശുദ്ധിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ പർണശാല കിട്ടി അവിടെ തന്നെ തമ്പടിച്ച ഒരുപാട് ഇതര സംസ്ഥാനങ്ങളിലടക്കം വന്ന ഭക്തരുണ്ട്. അപ്പോൾ ഇനി അവരിലെ ഒരു കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ആ പുണ്യ ദർശനത്തിലുള്ള നിമിഷങ്ങൾ. സന്നിധാനത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണിപ്പോൾ? ഗൂഗിൾ വിജയകുമാർ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് അയ്യപ്പൻ്റെ സന്നിധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പൂർണ്ണമായും ഈ ജലം ഉപയോഗിച്ച് ഇവിടം പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി ഇപ്പോൾ പുഷ്പാലങ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 18ാം പടി അടക്കം പുഷ്പാലങ്കൃതമായി മാറ്റും. സ്വാഭാവികമായും എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി തിരുവാഭരണം ഇവിടേക്ക് എത്തുന്ന ആ നിമിഷത്തെയാണ്. ആ നിമിഷത്തിന് വേണ്ടി എല്ലാവരും പോലീസ് ഉദ്യോഗസ്ഥരടക്കം അയ്യപ്പ ഭക്തന്മാരടക്കം ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളടക്കം ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അടുത്ത ഒരു 45 മിനിറ്റുകൾക്കകം തന്നെ ശബരിമല ക്ഷേത്രം തുറന്നാൽ ഉടൻ തന്നെ അകത്ത് പൂജിക്കുന്ന ഈ പൂവുമാലയടക്കമുള്ളവയുമായിട്ടാണ് ശരംകുത്തിയിലേക്ക് യാത്രയാകുന്നത്. ഈ ദേവസ്വം സംഘം യാത്രയാകുന്നത് അവിടെ വെച്ചാണ് ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങുക. ഈ സ്വീകരണത്തിന് ശേഷമായിരിക്കും തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഈ 18ാം പടിയിൽ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും കൂടിയാണ് ഈ തിരുവാഭരണം ഏറ്റുവാങ്ങുന്നത് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആചാരപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഇന്ന് ഏവരും കാത്തിരുന്ന ഒരു മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസത്തേക്ക് എത്തുകയാണ്. അയ്യപ്പനെ പൂർണ്ണമായും പുഷ്പാലങ്കൃതമായി അയ്യപ്പൻ്റെ സന്നിധാനവും അടക്കം മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശരംകുത്തിയിലെത്തിയാൽ 5:30 ശരംകുത്തിയിലെത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6:30 ഇവിടേക്ക് എത്തും. 6:45 ഈ നമുക്ക് ആഭരണങ്ങൾ ചാർത്തിയുള്ള ഈ വലിയ കൊട്ടാരത്തിൽ നിന്ന് എത്തിച്ചിട്ടുള്ള ആഭരണങ്ങൾ ചാർത്തിയുള്ള സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിയുള്ള മഹാദീപാരാധന അടക്കം ഉണ്ടാവുക. ആദ്യത്തെ പെട്ടിയിൽ ഇന്ദ്രനീലം പതിച്ച മുഹാഭരണമടക്കം ഉണ്ടാകും. അത് അയ്യപ്പനെ യോദ്ധാവായി കാണുന്നു ഈ പന്തളം രാജാവ് എന്നുള്ളതാണ്. ആ യോദ്ധാവായി കാണാൻ ആഗ്രഹിച്ച ആ രാജാവിൻ്റെ പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ സബലീകരണമായിട്ടാണ് ഇന്ദ്രനീലം പതിച്ച മുഹാഭരണം അടക്കം കൊണ്ടുവരുന്നത്. അതിൽ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള ആനയുണ്ടാകും, കുതിരയുണ്ടാകും. 2ാം പെട്ടിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തൈലങ്ങളടക്കം ഉണ്ടാവുക. 3ാം പെട്ടിയിൽ കുടിക്കൂറകൾ. അങ്ങനെ ആദ്യ പെട്ടി അത് സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ഈ ഇന്ദ്രനീലം പതിച്ച ഈ മുഹാഭരണമടങ്ങിയ പെട്ടി മാത്രമായിരിക്കും അയ്യപ്പ സന്നിധാനം 18ാം പടി കയറി ഈ സന്നിധിയിലേക്ക് കയറുക. ബാക്കി രണ്ടും മളികപ്പുറത്തിന് സമീപം ത്തേക്ക് മാറുകയും ചെയ്യും. എന്തായാലും ഈ മകരവിളക്ക് ദർശിക്കാൻ ശബരിമലയിൽ മാത്രം 2 ലക്ഷത്തിലധികം പേർ നിലവിൽ തങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ മാത്രം കണക്ക്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മകരജ്യോതി തെളിയുക, അത് കണ്ട് സായുജ്യമടയുക, അങ്ങനെ 1 വർഷം നീണ്ട ഈ മണ്ഡലകാലമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതിനെ കാലാവസ്ഥ അത്ര സുഖകരമല്ല. ചെറിയ ചാറ്റൽ മഴ ഇതിനോടകം തന്നെ സന്നിധാനത്തും അയ്യപ്പൻ്റെ പൊങ്കാവനത്തിലും അടക്കം ഇതിനോടകം തന്നെ പെയ്തു കഴിഞ്ഞു. എന്തായാലും ഇനി വരുന്ന മണിക്കൂറിൽ എന്താവും കാലാവസ്ഥ എന്നുള്ളതും ഏറെ നിർണായകമാണ്. എന്തായാലും കർപ്പൂരാഴിയും അടക്കമുള്ള കാര്യങ്ങൾ ദർശിക്കാൻ വലിയ ജനസമൂഹമാണ് ഇവിടേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിയിരിക്കുന്നത്. തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ മരാമത്ത് കോംപ്ലക്സിന്റെ ഭാഗത്ത് പാണ്ഡിത്താവളത്തേക്കുള്ള പടിക്കെട്ടിന് ഇരുവശത്തുമുള്ള ഇടങ്ങളിലെല്ലാം സാധ്യമായ എല്ലായിടത്തും ഇപ്പോൾ അയ്യപ്പന്മാർ, സ്വാമിമാർ അവിടെ വിരിവെച്ച് അവർ പർണശാല കെട്ടി കാത്തിരിക്കുകയാണ്. ഇനി ആ പുണ്യദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വിജയകുമാർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരുവാഭരണ ചാർത്തിയുള്ള മകരസംക്രമ പൂജയ്ക്കും മകരവിളക്ക് പൂജയ്ക്കും വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു ഈ ശബരിമല സന്നിധാനത്ത് നടന്നത്. പ്രാസാദ ശുദ്ധിക്രിയകൾ, ബിംബ ശുദ്ധിക്രിയകൾ ഇതെല്ലാം കഴിഞ്ഞു. കലശം, ഹോമം, അഭിഷേകം ഒക്കെ കഴിഞ്ഞ് ഇനി ശ്രീകോവിലും അയ്യപ്പ വിഗ്രഹവും അടക്കം ഇനി ആ പിതാവിൻ്റെ പിതൃതുല്യനായ പന്തളം രാജാവ് കൊടുത്തുവിടുന്ന ആ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ആ പൂജയ്ക്ക് വേണ്ടി അയ്യപ്പൻ്റെ വിഗ്രഹവും ഒപ്പം ശ്രീലകവും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ മനോഹരമായി പുഷ്പങ്ങളാൽ അലങ്കരിച്ച, പൂമാലകളാൽ അലങ്കരിച്ച ശ്രീകോവിലും പരിസരവും കാണാം. ഇനി ഭഗവാന്റെ അഭീഷ്ടം വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടാൽ മാത്രം മതി ശരംകുത്തിയിലേക്ക് ആ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ. ഇനി മറ്റിടങ്ങളിലേക്ക് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാധ്യമായ എല്ലായിടത്തു നിന്നും പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന എല്ലായിടത്തും ഭക്തർ ഇപ്പോൾ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. അത് സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത അയ്യപ്പ ഭക്തരൊക്കെയും അവരാൽ കഴിയുന്ന ഇടങ്ങളിലൊക്കെയും അങ്ങനെ ഒരുപാടിടങ്ങൾ പത്തനംതിട്ടയും കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലായി, ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിലായും
പലയിടങ്ങളിലും ഭക്തർ ഈ പൊന്നമ്പലമേട് ദൃശ്യം വാങ്ങുന്ന ഇടങ്ങളിലെല്ലാം കൂട്ടം കൂടിയിട്ടുണ്ട്. അവിടെയെല്ലാം അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റിടങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ തോന്നുന്നു അല്ലേ? യെസ്, നമ്മൾ ആദ്യം പോകുന്നത് പമ്പയിലേക്കാണ്. അവിടെ MG പ്രതീഷാണുള്ളത്. പമ്പയിൽ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ ഭക്തരെ അവിടെ എന്താണ് ഇനിയിപ്പോൾ ദർശനം ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും അവിടുന്ന് തീർത്ഥാടകരെ കയറ്റിവിടുക. അത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് പമ്പയിൽ അവരവിടെ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷ പമ്പയിൽ ഹിൽ ടോപ്പ് ഭാഗത്ത് ഈ എന്താണ് നമ്മൾ മകരവിളക്ക് ദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പമ്പയിലെ സാഹചര്യം എന്താണ്? ഇനി പമ്പയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദർശനത്തിനായി പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയും സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഈ മകരവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ആ സമയമാണല്ലോ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്? വിജയകുമാർ, ഗോകുൽ, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പ തീർത്ഥാടകർ. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി നിരവധി തീർത്ഥാടകർ പമ്പയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ചില നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഈ വളരെ നിയന്ത്രിതമായി തന്നെ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി തീർത്ഥാടകർ ഈ പമ്പയിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും സന്നിധാനത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വലിയ തീർത്ഥാടന തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പമ്പയിലും ഈ ദേവസ്വം ബോർഡും പോലീസും വിവിധ വകുപ്പുകളും ഒരുക്കിയിട്ടുണ്ട്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഈ പമ്പയിൽ ഹിൽ ടോപ്പിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. ഇതിന് പുറമെ ഹിൽ ടോപ്പിൻ്റെ മധ്യഭാഗത്തും വലിയാനവട്ടത്തും മകരജ്യോതി ദർശിക്കാനാവും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ, കാരണം വലിയ ചൂടും വെയിലുമായിരുന്നു, പക്ഷേ ആ കാലാവസ്ഥകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഉച്ചയോടുകൂടി തന്നെ പർണശാലകൾ കെട്ടി ഈ മകരജ്യോതി ദർശനത്തിനായി പല ഭാഗങ്ങളിലും അയ്യപ്പ തീർത്ഥാടകർ തമ്പടിച്ചിട്ടുണ്ട്. അതാ ഈ കേരളത്തിൽ നിന്നുള്ളവരും കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരടക്കം വലിയ ഒരു തീർത്ഥാടക പ്രവാഹം നിലവിൽ പമ്പയിലുണ്ട്. ഇവരിൽ ഒരു ഭൂരിഭാഗം പേരും അയ്യപ്പ ദർശനം നടത്തി തിരിച്ച് പമ്പയിലെത്തിയവരാണ്. പക്ഷേ അവർ ഈ അയ്യപ്പ ദർശനം അല്ലെങ്കിൽ ഈ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഒരു പൂർത്തിയാകുന്നത് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം നടത്തി അല്ലെങ്കിൽ ദർശനം കണ്ട ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ അത് തൊഴുത് അത് ആ ഒരു ദർശനം കണ്ട ശേഷം മാത്രമായിരിക്കും അവർ പമ്പയിൽ നിന്ന് മടങ്ങുന്നത്. അത്തരത്തിലൊരു തീർത്ഥാടന തിരക്കാണ് പമ്പയിൽ അനുഭവപ്പെടുന്നത്. മറ്റൊന്ന്, ഇനി അയ്യപ്പ ദർശനം നടത്താനുള്ള ഒരു തീർത്ഥാടകരുടെ കാത്തിരിപ്പുണ്ട്. കാരണം തിരുവാഭരണ ഘോഷയാത്ര ഈ സന്നിധാനത്തെത്തി. ഇനി തിരുവാഭരണം വിഗ്രഹത്തിൽ ചാർത്തി തിരുവാഭരണം വിഗ്രഹത്തിൽ ചാർത്തി അയ്യപ്പ ദർശനം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തീർത്ഥാടകരുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തി ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെടെ ഇന്ന് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ഈ നാളെയെങ്കിലും തീർത്ഥാടനം അല്ലെങ്കിൽ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് ഭക്തർ പമ്പയിൽ കാത്തിരിപ്പുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തരും നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട്, കാരണം എപ്പോഴാണ് ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്ന്. കാരണം അത്രത്തോളം ഒരു കാത്തിരിപ്പിലാണ് ഓരോ തീർത്ഥാടകരും ഉള്ളത്. എന്തായാലും ഒരു 6:30 ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടും. ഏകദേശം 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ സന്നിധാനത്ത് തുടരുന്ന തീർത്ഥാടകർ വളരെ സുരക്ഷിതമായി തന്നെ പമ്പയിലെത്തണം. അതിനുശേഷമായിരിക്കും കൃത്യമായി കൂടുതൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ കഴിയൂ. അത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസും ദേവസ്വം ബോർഡും തീർത്ഥാടകരോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്വയം ഒരു ജാഗ്രത, സ്വയം ഒരു നിയന്ത്രണമൊക്കെ തന്നെ തീർത്ഥാടകർ പാലിക്കണം. മറ്റ് യാതൊരു തരത്തിലുള്ള പരാതികളൊന്നും തന്നെ കേൾക്കാത്ത ഒരു മണ്ഡല മകരവിളക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസത്തെ സുരക്ഷ എന്നത്. ആ മുൻകരുതലുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തുടർച്ചയായി നൽകുന്നുണ്ട്. തന്നെയുമല്ല, അത് ഓരോ തീർത്ഥാടകനും അത് അവരുടെ ഉത്തരവാദിത്തമായി കൂടി ഏറ്റെടുക്കേണ്ടതാണ്. അടുത്ത മണിക്കൂറുകളിൽ കരുതുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് ആ സമയത്ത്, അതായത് ഈ ദീപാരാധന കഴിഞ്ഞ് സന്നിധാനത്തുണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ദർശനത്തിന് ശേഷം തീർത്ഥാടകർ താഴേക്ക് മലയിറങ്ങുന്നു.
അപ്പോൾ ഇവിടുന്ന് തീർത്ഥാടകർ അവിടേക്ക് പമ്പയിൽ നിന്ന് അവിടേക്ക് തീർത്ഥാടന ദർശനത്തിനായി കയറുന്നു. അപ്പോൾ വലിയ തിരക്ക് വഴിയിലും പമ്പയിലും ഇടത്താവളങ്ങളിലും ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് വലിയ ജാഗ്രത വേണം. ഓരോ തീർത്ഥാടകനും സ്വന്തമായി ഉത്തരവാദിത്വം എന്ന നിലയിൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. പോലീസ് വലിയ സുരക്ഷ അവിടെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അയ്യപ്പന്മാരുടെ സാന്നിധ്യം എല്ലായിടത്തും മുൻ വർഷങ്ങളെക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇതുവരെ വളരെ നന്നായി ഈ മണ്ഡലകാലവും പിന്നീട് മകരവിളക്ക് സമയവും തീർത്ഥാടനം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇന്ന് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഈ ദിവസവും അടുത്ത ദിവസങ്ങളിലും അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നിലയ്ക്കലിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും. ഒപ്പം പാഞ്ചാലിമേട്ടിൽ നിന്നും പുല്ലുമേട്ടിൽ നിന്നും നമ്മളുടെ പ്രതിനിധികൾ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം പ്രേക്ഷകർക്കൊപ്പം ചേരും.